ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡേ 3, അതായത് നമ്മുടെ നോമ്പ് 3ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫുൾ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ആട്ടോ. കാരണം ഞാൻ കഷ്ടപ്പെട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കാരണം 2 ദിവസം ഉണ്ടാക്കിയതും ബാക്കിയായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പഴയ സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇന്നൊരു സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മസാല എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് നോമ്പിന് നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കിയിരുന്നു. ആ ഒരു മസാലയുടെ ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു സ്നാക്കാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ്, നമുക്കിനി ഒന്നും വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു സമൂസ മസാല വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റ് ആണ് കേട്ടോ. കാരണം സമൂസ മസാല കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് കട്ട്ലേറ്റ് പറഞ്ഞത്. രണ്ടും ഏകദേശം ഒരേ സംഭവമാണല്ലോ, മസാല ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം റസ്കിൻ്റെ പൊടിയില്ല, അപ്പോൾ ഞാൻ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് പൊടിച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് പൊടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബ്രെഡ് പൊടിച്ചെടുത്തു. ഇനി നമുക്ക് മറ്റ് മസാലയും അതുപോലെ മുട്ട എന്താ പറയുക, നന്നായിട്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ ആ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റിന് ഞാനൊരു പൊട്ടത്തിനാണ് ചെയ്തത്. കാരണം ഇപ്പോൾ ഞാൻ ആ സമൂസൻ്റെ മസാല അതേപോലെ തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ നോക്കി. അപ്പോൾ അത് കിഴങ്ങും ചിക്കനൊക്കെ വലിയ വലിയ പീസായിരുന്നു. അപ്പോൾ ഈ കട്ട്ലേറ്റിന് അങ്ങനെ ഒരു പരുവം പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ചെയ്താൽ കട്ട്ലേറ്റ് ശരിയാവില്ല. പിന്നെ ഇപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു മസാല എടുത്ത് മിക്സിയിൽ അടിച്ചിട്ട് ഒന്നൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാല സെറ്റായിട്ടോ. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് നമുക്കിങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതാ ഇത്രയും ഒരു 9 കട്ട്ലേറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുള്ള മസാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ബ്രെഡിൽ കോട്ട് ചെയ്ത് മുട്ടയിലും കോട്ട് ചെയ്തിട്ട് പിന്നെ ബ്രെഡിൽ കോട്ട് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ ഇനി ഓരോന്നും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ദിവസമല്ലേ, അതായത് നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി വന്ന സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം മിക്കവാറും എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ എനിക്കും ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ. പിന്നെ പറയാൻ മറന്നത്, നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷമൊക്കെ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ അതാ നമ്മളുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടേ ഞാൻ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് നോമ്പിന് ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അന്ന് കുറച്ച് പത്തിരി അധികം ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ നന്നായിട്ട് എയർ ടൈറ്റനായിട്ടുള്ള ഒരു ഡബ്ബയിൽ മൂടി വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പത്തിരിയാണ് കേട്ടോ ഇന്ന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ടിപ്പാണ്, അതായത് പത്തിരി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഇങ്ങനെ എയർ ടൈറ്റനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഫ്രഷ് അന്ന് ഉണ്ടാക്കിയ പോലെ തന്നെ അതേ ഫീല് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല അതുപോലെ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ആ ഒരു ഫീല് നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആക്കാം. അപ്പോൾ ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അയ്യോ ആയിട്ട്
ഞാനിനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളം, അതായത് ടാങ്ക് പോലത്തെ ഒരു വെള്ളമാണ് കേട്ടോ, ജ്യൂസൊന്നുമല്ല. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഫ്രഷ് അപ്പ് വെച്ചിട്ടാണ് കേട്ടോ. ഒരു ഇൻവിഗോ ഫ്രഷ് അപ്പ് എന്ന് പറയും. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രത്യേക തരം ഒരു എനർജി എന്താ പറയുക തരുന്ന ഒരു വെള്ളമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിന് കൂടുതൽ നമ്മൾ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട, ഇതിൽ തന്നെ ഏകദേശം ആ ഒരു പിന്നെ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് മധുരം കഴിക്കുന്നവർക്കാണെങ്കിൽ എക്സ്ട്രാ എന്താ പറയുക കുറച്ച് മധുരം കൂടി ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നമുക്ക് കുട്ടികൾക്കായാലും നമ്മൾക്കൊക്കെ ആയാലും നല്ലൊരു പിന്നെ എന്താ പറയുക ഫ്രഷ് ഫീൽ തരുന്ന ഒരു എനർജി ഡ്രിങ്ക്. എനിക്ക് നോമ്പിനൊക്കെ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു എന്താ പറയുക പ്രത്യേക തരം എനർജി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നല്ലൊരു എനർജി ഡ്രിങ്കാണ്. പറ്റുന്നവരൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് തണുപ്പ് വേണമെന്നുള്ളതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു ടാങ്ക് പോലെ ആ ഒരു ടൈപ്പിലുള്ള ഒരു വെള്ളം തന്നെയാണ്. പിന്നെ ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഇന്നലെ ഞാൻ മന്തി റൈസ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതും ലേശം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ വെച്ചിട്ട് ഒരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഉണ്ട് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നാളെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഞാൻ തരാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.